തന്നെയല്ലേ VS 10 വർഷം മുമ്പ് പറഞ്ഞത്. CPM-ന്റെ ഗുരുതരമായ ന്യായ വ്യതിയാനങ്ങളെയും അപചയങ്ങളെയും കുറിച്ച് CPM-ന്റെ മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കരട് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റും വായിക്കേണ്ടതാണ്. പാർട്ടിയുടെ ഉന്നത കമ്മിറ്റികളിൽ VS 10 വർഷം മുമ്പേ പറയുകയും രേഖാമൂലം എഴുതി കൊടുക്കുകയും കേന്ദ്ര കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോവിനും അക്കാലത്ത് തന്നെ സമർപ്പിക്കുകയും ചെയ്തതാണ് ഇതെല്ലാമെന്ന സത്യം എത്ര പേർക്കറിയാം. VS-നെ ശംഖുമുഖം കടപ്പുറത്ത് പൊതുവേദിയിലിരുത്തി ബക്കറ്റിലെ തിരയോടൊപ്പമിച്ച് അണികളെ കൊണ്ട് കൈയടിപ്പിച്ച ഒരു ദുഷ്ടനുണ്ടല്ലോ. അയാൾക്കെതിരായ കുറ്റപത്രമാണ് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന ഈ കരട് രേഖ. ഇത് നട്ടല് നിവർന്നെന്ന് പറഞ്ഞതിനല്ലേ സ്വരാജ് VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പ്രസംഗിച്ചത്. അതിലും കടുത്ത ഭാഷയിൽ പുലഭ്യം വിളിച്ചു പറഞ്ഞവർക്ക് അതിലും മുന്തിയ പദവികൾ. ആണും പെണ്ണും എന്ന ഭേദമില്ലാതെ സദാചാര വിരുദ്ധതയ്ക്ക് നടപടികൾക്ക് ഇരയായവർക്കെല്ലാം മന്ത്രിപദമടക്കം മുഴുത്ത സ്ഥാനങ്ങൾ. കരട് രേഖയുടെ താളുകൾ മറിക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ സഖാക്കളെ? കാരണഭൂതരെന്ന് കൊട്ടിഘോഷിച്ച മഹാനും അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ എത്ര സഹസ്ര കോടികളുടെ ആസ്തിയുള്ളവരാണ്? ഇതെങ്ങനെ കിട്ടി? വൻകിട വ്യവസായികളിൽ നിന്ന് ചോർത്തി കിട്ടിയ കോടികളും കള്ളക്കടത്ത് നടത്തി സമാഹരിച്ചതും മറ്റുമല്ലേ ഈ ആസ്തി? ഞാനല്ല ആ PV എന്ന് പറഞ്ഞ് കൈയൊടിഞ്ഞ് തടുത്തപ്പാൻ പറ്റുമോ? ഇയാൾ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയാണെന്ന് ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ജസ്റ്റിസ് K സുകുമാരൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. പക്ഷേ ജഡ്ജി അപ്പോൾ തന്നെ വെല്ലുവിളിച്ചു, തെളിവ് ഞാൻ തരാം, ഇയാൾ യഥാർത്ഥ മാഫിയ തന്നെയാണെന്ന്. അവസാനം മാനക്കേടാവുമെന്ന് ഭയന്ന് ആ ഹർജി പിൻവലിച്ചു തടിതപ്പി. പാർട്ടി കോൺഗ്രസിലെ ഈ കുറ്റപത്രവും അതേ കുറ്റങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഉരുൾ ചക്രത്തിനിടയിൽപ്പെട്ട് എത്രയെത്ര നിഷ്കളങ്കരായ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇയാൾ കാലപൂരിക്കയച്ചത്. ഒരു മനുഷ്യായുസ്സിലെ ഒരു സുഖവും അനുഭവിക്കാത്ത ത്യാഗികൾ, അവരെയെല്ലാം പാർട്ടി വിരുദ്ധർ എന്ന ചാപ്പകുത്തി തമസ്കരിച്ചു. എത്ര അധിക്ഷേപം ചുരിഞ്ഞിട്ടും അവരാരും വർഗശത്രുക്കളുടെ ഉച്ചിട്ടം പൂജിക്കാൻ പോയിട്ടില്ല. അതാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ്. അവരിൽ ഒരാളും അമ്പരച്ചുമ്പുകൾ പണിതിട്ടില്ല. ദേശീയ തലത്തിൽ ഒരു മാധ്യമത്തിനും പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ താല്പര്യമില്ല. എന്തെങ്കിലും അതേക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വായനക്കാർ ദേശീയ പത്രങ്ങളിൽ വാരികക്കാരല്ല. ആർക്കു വേണം CPM? സമ്മേളനത്തിൽ എന്ത് തീരുമാനിച്ചാൽ എന്ത്, തീരുമാനിച്ചില്ലെങ്കിൽ എന്ത്? CPM-ന്റെ നേതൃത്വ നിരയിൽ ആര് എവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നതും തന്റെ കയ്യൊപ്പോടെ ആയിരിക്കണമെന്നതിൽ പാർട്ടി ആസ്ഥാനത്തിന് ചെലവിന് കൊടുക്കുന്ന അദ്ദേഹത്തിന് ജാഗ്രതയുണ്ടാകുന്നത് സ്വാഭാവികം. ഏറിയാറിൽ 10 വർഷത്തെ ആയുസേ പാർട്ടിക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. അപ്പോഴേക്കും ബംഗാളിലെയോ ത്രിപുരയിലെയോ പോലെ സരശയ്യയിലാകും. എന്ത് മാർഗം ഉപയോഗിച്ചും അധികാരം അടക്കിപ്പിടിക്കാനും അതിന് ഏതറ്റം വരെ പോകാനും പോന്ന നേതൃത്വ പാടവം CPM-ൽ പിണറായി വിജയന് മാത്രം സ്വന്തമാണ്. എന്ത് ചെയ്തും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള പിണറായിയുടെ കുശാഗ്രവിദ്യയിലെ വാഴ്ത്തുന്നവരാണ് CPM പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും. ഏറ്റവും അടുത്ത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പോടെ ഈ പാർട്ടിയെ ഈ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്ന ശാഠ്യത്തിലാണ് ജനമനസ്. ഇത്ര പച്ചയ്ക്ക് ഒരു കൂസലുമില്ലാതെ പൊതു ഖജനാവ് കൊള്ളയടിച്ച് സ്വന്തം കുടുംബത്തിനും പാർശ്വവർത്തികൾക്കും പങ്കിട്ട മറ്റൊരു ഭരണം കണ്ടിട്ടുണ്ടാകില്ല. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന തീരുമാനിച്ചുറപ്പിച്ച പ്രതീതിയാണ്. അതിനിടെ ജനറൽ സെക്രട്ടറിയായി ആരുമെന്നാൽ നമുക്കെന്താ എന്ന നിസ്സംഗതയാണ് ഓരോ സംസ്ഥാനത്തും. ഈ പാർട്ടി കോൺഗ്രസ് ദേശീയ പത്രങ്ങൾക്ക് ഒരു വാർത്തയോ ആകുന്നില്ല. അങ്ങനെ ഒരു സംഭവം മധുരയിൽ നടന്നതായി പോലും മാധ്യമങ്ങൾ ഭാവിക്കുന്നുമില്ല. ഈ സമ്മേളനത്തോടെ ദേശീയ രാഷ്ട്രത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാകുമോ എന്ന ചിന്തയോ എങ്ങുമില്ല. ദില്ലിയിൽ പോലും ഇടതുപക്ഷ ബിറ്റ് നോക്കുന്ന ലേഖകർ വിശ്രമത്തിലാണ്. എന്ത് കാലത്തും CPM പാർട്ടി കോൺഗ്രസ് ചേരുന്ന കേന്ദ്രത്തിലേക്കുള്ള റോഡുകളിൽ ലോക മാധ്യമങ്ങളുടെ പ്രവാഹം കാണാമായിരുന്നു. അതെല്ലാം ഇപ്പോൾ കടങ്ങതിയായി. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ ദില്ലിയിലെ പാർട്ടി ആസ്ഥാനം ആഴ്ചകളോളം ശബ്ദയാനമാകാറുണ്ട്. ഇപ്പോൾ മൂകത തളം കെട്ടി നിൽക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ ആചാരമനുസരിച്ച് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമെന്നല്ലാതെ അതിന്റെ ഗുണമോ മണമോ ഇപ്പോൾ എന്ത് ചൂടുന്നു നോക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ആകെ ഒന്നോർക്കുമ്പോഴാ ചിരി വരുന്നത്. CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മലയാളി, പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി മലയാളി, പാർട്ടിയുടെ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായി മലയാളി, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി, CITU അഖിലേന്ത്യാ നേതാവ് മലയാളി, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി. പേരാണ് തമാശ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇനിയെങ്കിലും ഇന്ത്യ ഒഴിവാക്കി കേരള എന്നാക്കിക്കൂടി സഖാക്കളെ? ഇവന്മാരെയൊക്കെ ചുമക്കുന്ന മലയാളികളെ എന്ത് വിളിക്കണം? അമ്മോ, ഒന്നും പറയാനില്ല.